അതെ, രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുമ്പോൾ രാഹുൽ ഗാന്ധി സീതാറാം യെച്ചൂരിയും അടുത്ത സൗഹൃദം പുലർത്തുന്ന ആൾക്കാരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ പോലും രാഹുൽ ഗാന്ധി ഇടപെടുകയും മറ്റും ചെയ്തിട്ടുണ്ട്. പുതിയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയായിട്ട് സീതാറാം യെച്ചൂരി സൂക്ഷിച്ച അതേ സൗഹൃദം എം.എ. ബേബി സൂക്ഷിക്കുമോ? യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെടാൻ അവസരമുണ്ടായത് എന്തുകൊണ്ടാണ്? സീതാറാം യെച്ചൂരി CPM ജനറൽ സെക്രട്ടറി ആയിരുന്നു. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. അവിടെ പിന്നെ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് ഖാർഗെയുണ്ട്, പിന്നെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള സോണിയാഗാന്ധി അതിനകത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ആളായിട്ടുണ്ട്. ലോക്സഭയിലെ നേതാവും പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയും മുമ്പ് 2 ലോക്സഭകളിൽ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ്സിന്. അതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ, അന്നൊന്നും കോൺഗ്രസ് ഗ്രൂപ്പിൻ്റെ നേതൃത്വ സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരുന്നില്ല. മറ്റാളുകളാണ് കോൺഗ്രസ് ഗ്രൂപ്പിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നത്. അന്ന് വിമർശനം ഉണ്ടായിരുന്നു. കോൺഗ്രസിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിരുന്ന് ലോക്സഭയിൽ അതിനെ നയിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധി തയ്യാറായില്ല എന്നുള്ള വിമർശനം, അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. ഇപ്പം പ്രതിപക്ഷ നേതാവാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി. സീതാറാം യെച്ചൂരി ജീവിച്ചിരുന്ന കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലമായിരുന്നു അത്. അന്ന് ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനം വളരെ സജീവമായി നടക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിൽ വന്ന പാർട്ടികളുടെ നേതാക്കന്മാർ പരസ്പരം ബന്ധപ്പെടുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് തന്നെ കേരളത്തിലുണ്ട്. മുമ്പ് 2 ഗവൺമെൻറ്റുകൾ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായിരുന്നു. അങ്ങനെ CPIM-ന് പാർലമെൻറ്റിൽ CPIM-നുള്ള അംഗബലത്തെ കവിഞ്ഞുള്ള ഒരു ശ്രദ്ധയും പരിഗണനയും ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. പിന്നെ സീതാറാം യെച്ചൂരി രാജ്യസഭാംഗം എന്നുള്ള തരത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ CPM നേതാവെന്നുള്ളതോടൊപ്പം തന്നെ രാജ്യസഭയിലെ വളരെ ശ്രദ്ധിക്കപ്പെടുന്നൊരു ശബ്ദമായിരുന്നു സീതാറാം യെച്ചൂരി എന്നുള്ളതിൻ്റെ അംഗീകാരം ഉണ്ടായിരുന്നു. അങ്ങനെ CPM-ന്റെ നേതാവെന്നുള്ള നിലയിലാണ് ബന്ധപ്പെട്ടിരുന്നത്. ആ സഖാവ് മരിച്ചുപോയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇനി സീതാറാമുമായിട്ട് ബന്ധം തുടരാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് CPM-മായി മുമ്പ് ഉണ്ടായിരുന്ന പോലെയുള്ള ബന്ധം കോൺഗ്രസ്സിന് പിന്തുടരേണ്ട ഒരു സാഹചര്യം വന്നാൽ അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ CPM-ന്റെ നേതൃത്വം കോൺഗ്രസിൻ്റെ നേതൃത്വമായിട്ട് ബന്ധപ്പെടും, ആശയവിനിമയം നടത്തും, എങ്ങനെ പരസ്പരം സഹായിക്കാൻ പറ്റും എന്നുള്ള കാര്യം അന്വേഷിക്കും. അതെ, ഫാസിസത്തെക്കുറിച്ച് പറയുമ്പോൾ ക്ലാസിക്കൽ ഫാസിസത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം എതിർശബ്ദങ്ങൾ ഉയർത്തുന്നവരെ ഇല്ലാതാക്കുക, സ്വേച്ഛാധിപത്യം എന്നൊക്കെയാണ്. അപ്പോൾ എതിർശബ്ദം ഉയർത്തുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടി മോദി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വിമത ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത്, ആ സ്വഭാവത്തെ എന്തുകൊണ്ടാണ് CPM നവഫാസിസം എന്ന് പേരിട്ട് വിളിക്കുന്നത്? ഒരു ടെർമിനോളജിയിലെ ഒരു പ്രശ്നം കൊണ്ട് ഫാസിസം അല്ലാതായി മാറുന്നുണ്ടോ? ഫാസിസം എന്ന സങ്കല്പനം 1920-കളിലാണ് ആവിർഭവിക്കുന്നത്. ഫാസിസം എന്ന പ്രയോഗം ആദ്യം നടത്തിയത് മുസോളിനിയാണ്. ജർമ്മനിയിലും ഫാസിസം വന്നു. പക്ഷെ ജർമ്മനിയിൽ വന്ന ഫാസിസത്തെ നാസിസം എന്നാണ് വിളിച്ചത്. വേണമെങ്കിലും ചർച്ചയാകാമായിരുന്നു. ഫാസിസം ഭീകരമാണ്, അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനാണ് നിങ്ങൾ ജർമ്മനിയിൽ വന്നതിനെ ഫാസിസം എന്ന് വിളിക്കുക, നിങ്ങൾ നാസിസം എന്ന് വിളിച്ചത്. അതൊക്കെ അബദ്ധജടിലമായ ചർച്ചകളാണ്. ഇപ്പം നവഫാസിസം എന്നുള്ള പ്രയോഗം എന്തുകൊണ്ട് വന്നു? യൂറോപ്പിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും കഴിഞ്ഞ 2-3 ദശകങ്ങളായി മുസോളിനിയും ഹിറ്റ്ലറും ഫ്രാങ്കോയും ഒക്കെ പിന്തുടർന്നു പോകുന്നതിനുള്ള വിമത ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, കായിക ബലം ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ വകവരുത്തുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി. അങ്ങനെ ഉയർന്നു വന്ന പാർട്ടികൾക്ക് ഹിറ്റ്ലറുടെ പാർട്ടിയോടും മുസോളിനിയുടെ പാർട്ടിയോടും ഒക്കെ സാമ്യമുണ്ട്. എന്നാൽ കാലം മാറുമ്പോൾ ഒന്നും അതുപോലെ ആവർത്തിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് മാറിയ കാലത്തെ ഫാസിസം, ആ ഫാസിസത്തെ സൂചിപ്പിക്കാനാണ് നിയോ ഫാസിസം എന്ന പ്രയോഗം വന്നത്. മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ പുതിയ കാലഘട്ടത്തിൽ വരുന്നതിനെയാണ് നിയോ ലിബറലിസം. പേര് കേൾക്കുമ്പോൾ ആകർഷകമായ ലിബറലാണ്, പുതിയതാണെന്നൊക്കെ തോന്നും. പക്ഷേ തീവ്ര മുതലാളിത്തത്തിനുള്ള ഒരു ന്യൂനോക്തി എന്ന് പറയാവുന്നതാണ്. അതിൻ്റെ ഒരു കാഠിന്യം കുറച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ന്യൂ ലിബറലിസം. യഥാർത്ഥത്തിൽ തീവ്ര മുതലാളിത്തം, എക്സ്ട്രീം ക്യാപിറ്റലിസം എന്ന് വിളിക്കണമെന്ന് ഐജാസ് അഹമ്മദിനെ പോലുള്ള ചിന്തകന്മാർ പറഞ്ഞിട്ട് അതിനോട് യോജിപ്പാണ് എനിക്കുള്ളത്. അപ്പോൾ എന്തായാലും നവഫാസിസം എന്നുള്ള പ്രയോഗം ഫാസിസത്തിൻ്റെ കാഠിന്യത്തെ ലഘൂകരിച്ച് അവതരിപ്പിക്കുകയല്ല, പുതിയ കാലഘട്ടത്തിലെ ഫാസിസം എന്നാണ് ഇതിൻ്റെ. ആ പുതിയ കാലഘട്ടത്തിലെ ഫാസിസത്തിന് പഴയ കാലഘട്ടത്തിലെ ഫാസിസത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ,
പണ്ട് ഹിറ്റ്ലറും മുസോളിനിയും വന്നു കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പ് ഒന്നുമില്ല, അവർ പറയുന്നതാണ് അവസാന വാക്ക്. അവിടെ വേറെ കോടതിയില്ല, പത്രങ്ങളില്ല, ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കുന്ന, ഗവൺമെന്റിനോട് കണക്ക് ചോദിക്കുന്ന ജനപ്രതിനിധി സഭയില്ല, കോടതിയില്ല, പിന്നെ മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ ഉള്ള ഇതൊന്നുമില്ല. ഒരാൾ ഫ്യൂറർ, ഹിറ്റ്ലർ എന്ന് പറയുന്നു അതാണ് നിയമം, മുസോളിനി എന്ന് പറയുന്നു അതാണ് നിയമം. നവഫാസിസ്റ്റുകൾ ചില ജനാധിപത്യ മേലങ്കി കൂടി അണിഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളും വേണ്ടെന്ന് വെച്ചിട്ടില്ല, എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇടപെടും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിമാരെ പിടിച്ച്, പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിടും, വേണമെങ്കിൽ ചാനലുകളെ ബാൻ ചെയ്യും, സ്ഥാനാർത്ഥികളെ പിടിച്ച് ജയിലിടും, സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അയച്ച് റെയ്ഡുകൾ നടത്തും, അങ്ങനെ ഭീഷണിപ്പെടുത്തും. എന്നാൽ നോക്കുമ്പോൾ കോടതിയുണ്ട്, പാർലമെന്റുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഘട്ടം ഘട്ടമായി ജനാധിപത്യ സംവിധാനത്തിൻ്റെ എല്ലാ വിജാഗിരികളും ഫാസിസ്റ്റ് സംവിധാനത്തിൻ്റെ പിടിയിലമരും. അപ്പം ആ പ്രക്രിയ ഇന്ത്യയിൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഞങ്ങളുടെ ചില സുഹൃത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ ഫാസിസം പ്രാബല്യത്തിലായി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പ്രാബല്യത്തിലായി കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ നടത്താൻ കഴിയില്ല, പാർട്ടി കോൺഗ്രസ് നടത്താൻ പറ്റില്ല. CPI പറയുന്നത് തെറ്റാണെന്നാണോ? എങ്ങനെ? CPI പറയുന്നത് ഫാസിസം വന്നു എന്നാണ്. അതെ. അപ്പം അത് തെറ്റി ശരി എന്നുള്ള തർക്കത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാലത്തും നിർവചനം സംബന്ധിച്ചിട്ടുള്ള ആരോഗ്യകരമായ സംവാദം സമൂഹത്തിൽ മാധ്യമങ്ങളിലൂടെ നടക്കും. പക്ഷെ ആ സംവാദം നടക്കുന്നതിനിടയ്ക്ക് ഈ ഫാസിസ്റ്റ് പ്രവണതകളുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്തെ പൂർണ്ണഫാസത്തിന്റെ പിടിയിലേക്ക് അമർത്തുന്നത് തടയാൻ വേണ്ട ജോലി നമ്മൾ ചെയ്യാതിരുന്നുകൂടാ. അത് ചെയ്യുന്നു. ഇപ്പം CPM ഇവിടെ പാർട്ടി കോൺഗ്രസ് നടക്കും, മറ്റ് ഇടതുപക്ഷ പാർട്ടികളെല്ലാം ക്ഷണിച്ചു. ഇന്ത്യ ബ്ലോക്ക് ഒരു വർഷത്തോളമായി യോഗവും ചേരാതിരിക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമല്ല എന്ന അഭിപ്രായം അറിയിക്കേണ്ടവരെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രതിപക്ഷ സമരനിര BJPക്കെതിരായി, സംഘപരിവാറിനെതിരായി, നവഫാസത്തിനെതിരായി രൂപപ്പെടുത്തുന്ന ജോലി ഗൗരവമായി ചെയ്യുകയാണ് CPI-യുടെ 24-ാം പാർട്ടി കോൺഗ്രസ് നിർവഹിച്ച കടമ.